أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ونيسرك لليسرى فذكر إن نفعت الذكرى سيذكر من يخشى ويتجنبها الأشقى الذي يصلى النار الكبرى. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ അഅലയുടെ 8 മുതൽ 6 ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വനുയസ്സിറുക ലിൽ യുസ്രാ. വനുയസ്സിറുക, നാം താങ്കൾക്ക് എളുപ്പമാക്കി തരും. അൽ യുസ്ര, ഏറ്റവും എളുപ്പമായതിലേക്ക്. ഫദക്കിർ ഇൻ നഫഅത്തി ദിക്റാ. ഫദക്കിർ, അതുകൊണ്ട് താങ്കൾ ഉത്ബോധനം നടത്തുക. ഇൻ നഫഅത്തി ദിക്റാ, ഉത്ബോധനം ഫലം ചെയ്യുമെങ്കിൽ അഥവാ ഉപകാരപ്പെടുമെങ്കിൽ. സയദ്ദക്കറു മൻ യഖ്ശാ. സയദ്ദക്കറു, തീർച്ചയായും ഉത്ബോധനം ഫലപ്പെടും. മൻ യഖ്ശ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക്. വയതജന്നബുഹൽ അഷ്ഖാ. വയതജന്നബുഹ, അതിൽ നിന്നും വിട്ടകന്നു നിൽക്കും. അൽ അഷ്ഖാ, പരമ നിർഭാഗ്യവാൻ. അല്ലദീ യസ്ലൻ നാറൽ കുബ്രാ, അവർ നരകത്തിൽ, വലിയ നരകത്തിൽ കത്തി എരിയുകയും ചെയ്യും. സൂറത്തുൽ അഅലയിൽ നേരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് നുഖരിയൊക്കെ ഫലാത്തൻസ, നാം താങ്കൾക്ക് ഓതിത്തരും, താങ്കൾ പിന്നീട് മറന്നു പോവുകയില്ല. ഇല്ലാ മാഷാ അള്ളാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുക. ഇന്നഹു യഅലമുൽ ജഹ്റ വമാ യഖ്ഫ, അള്ളാഹു രഹസ്യവും പരസ്യവുമൊക്കെ അറിയുന്നവനാണ്. ഇവിടെ വനുയസ്സിറുക ലിൽ യുസ്ര, ഏറ്റവും എളുപ്പമായതിലേക്ക് നാം എളുപ്പമാക്കി തരും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുമ്പ് പിതാവ് അബ്ദുള്ള മരണപ്പെട്ടിട്ടുണ്ട്. ജനിച്ച് 6 വർഷം തികയുന്ന സമയത്ത് മാതാവ് ആമിനയും പ്രവാചകരെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ തികച്ചും യത്തീമായ അവസ്ഥയിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരുന്നത്. അദ്ദേഹത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഒരു ദൗത്യം ഏറ്റെടുക്കാനാണ് പറഞ്ഞത്. പ്രവാചകത്വം, മറ്റുള്ള ആളുകളെ ദീനിലേക്ക് ക്ഷണിക്കുന്ന, വിശുദ്ധ ഖുർആൻ മുഴുവൻ ജിബ്രീൽ അലൈഹി ഇസ്ലാമിൽ നിന്നും ശ്രവിച്ച ശേഷം അത് മറ്റുള്ളവർക്ക് ഓതിക്കൊടുക്കുന്ന, സത്യദീനിലേക്ക് ആളുകളെ വിളിക്കുന്ന ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഏൽപ്പിച്ച ആ ഉത്തരവാദിത്വം ഒരിക്കൽ പോലും കടുകിട വ്യത്യാസമില്ലാതെ അദ്ദേഹം അത് നിർവഹിക്കുകയായിരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് വനുയസ്സിറുക ലിൽ യുസ്ര, നാം താങ്കൾക്ക് ഏറ്റവും എളുപ്പമായതിലേക്ക്, ദീനുൽ ഇസ്ലാമിലേക്ക് താങ്കൾക്ക് വഴി നടത്തും എന്ന സൂചനയാണ് ഇതിലൂടെ കാണുന്നത്. ഫദക്കിർ, അതുകൊണ്ട് താങ്കൾ ഉത്ബോധനം നടത്തുക. ഇൻ നഫഅത്തി ദിക്റ, ഉത്ബോധനം ഫലം ചെയ്യുമെങ്കിൽ. ഉത്ബോധനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരവാദിത്തമാണ്. എല്ലാവരെയും ഉത്ബോധിപ്പിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. അത് അദ്ദേഹം നിർവഹിച്ചുകൊണ്ടിരിക്കും, എല്ലാ സമയത്തും നിർവഹിച്ചുകൊണ്ടിരിക്കും. പക്ഷേ വീണ്ടും വീണ്ടുമുള്ള ഉത്ബോധനം, അഥവാ ഇനിയും
കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, വീണ്ടും മനസ്സിലായിട്ടില്ലേ വീണ്ടും പറഞ്ഞു കൊടുക്കുക. ഇത് ഉത്ബോധനം ശ്രമിക്കുന്ന ആളുകൾക്ക് മാത്രം മതി. അല്ലാത്ത ആളുകളെ സമയം ഒരു നിലക്കും നിങ്ങൾ എന്നെ ഉത്ബോധിപ്പിക്കേണ്ട, ഒന്നും എന്നോട് പറയേണ്ട, ഒരു ഉപദേശം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഉത്ബോധനത്തിൽ നിന്ന് വിട്ടകന്ന് ഓടി നടക്കുന്ന ആളുകൾ, അവരെ പിന്നാലെ നടന്ന് ഉത്ബോധിപ്പിച്ചിട്ട് യാതൊരു ഫലവും ചെയ്യുകയില്ല. സയദക്കറുമയ്യാശ, ഭയപ്പാടുള്ള ആളുകൾ, പേടിയുള്ള ആളുകൾ, അള്ളാഹുവിനെ ഭയക്കുന്ന ആളുകൾ, അള്ളാഹിൻ്റെ ശിക്ഷയെ സംബന്ധിച്ച് ഭയമുള്ള ആളുകൾ, അവർ സയദക്കറും, അവർ ഉത്ബോധനം ശ്രമിക്കും, ഉത്ബോധരാകും, പറയുന്നത് കേൾക്കും. അതേസമയം യതജന്നബുൽ അഷ്ഖ, പരമനിർഭാഗ്യവന്മാരായ ആളുകൾ അതിൽ നിന്ന് വിട്ടുനിൽക്കും. അള്ളാഹു ഉണ്ട് എന്നും അള്ളാഹിൻ്റെ ശിക്ഷ വരാനിരിക്കുന്നുവെന്നും അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് സ്വർഗം ലഭിക്കും എന്ന രൂപത്തിലുള്ള ആ വിശ്വാസം വിശ്വാസികളെ സംബന്ധിച്ചതും അത് അവർ മനസ്സിൻ്റെ ഉള്ളിലാണ്, അതവർ ഫലം ചെയ്യും. നേരെ മറിച്ച് എല്ലാ സമയത്തും അതിനെ ധിക്കരിച്ചു കൊണ്ട് നടക്കുന്ന ആളുകൾ യതജന്നബുഹ, അതിൽ നിന്ന് വിട്ടകന്നു നിൽക്കും. ഉത്ബോധനം അവർക്ക് ഒരിക്കലും തന്നെ യേശുകയില്ല. പരമനിർഭാഗ്യവാന്മാർ, അവരുടെ സ്ഥിതി പരമനിർഭാഗ്യമായ അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് പരമനിർഭാഗ്യവാന്മാർ ഇതിൽ നിന്ന് വിട്ടകന്ന് നിൽക്കുന്നത്. അല്ലയ്യസുലന്നാറെന്ന് പറയാം. അവർ വലിയ ശിക്ഷ, ഏറ്റവും വലിയ നരകാഗ്നിയിൽ കടന്ന് അവർ കത്തിയെരിയുക തന്നെ ചെയ്യും. നരകത്തിന് പല തട്ടുകളുണ്ട്. ഏറ്റവും മോശക്കാരായ ആളുകൾക്ക് ഏറ്റവും മോശമായ നരകമുണ്ട്. ആ ഏറ്റവും കൂടുതൽ കത്തിക്കരിയുന്ന അവസ്ഥയിലെത്തുന്ന ഏറ്റവും ചൂടുള്ള നരകം, ആ നരകം ഏറ്റവും വലിയ ധിക്കാരികൾക്ക് വേണ്ടി അള്ളാഹു ഏർപ്പാടാക്കി വെച്ചത്. ആ നരകം ഇത്തരക്കാരായ ഉത്ബോധനത്തിൽ നിന്ന് വിട്ടകന്ന് നിൽക്കുന്ന, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന, ഒരിക്കലും ദീനുൽ ഇസ്ലാമിൻ്റെ മാർഗത്തിലേക്ക് വരാൻ സന്നദ്ധത പ്രകടിപ്പിക്കാത്ത ആളുകൾക്ക് അള്ളാഹു ഈ രൂപത്തിൽ കഠിനമായ ശിക്ഷയാണ് നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉത്ബദ്ധരാവണം. അള്ളാഹുവിൻ്റെ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് സ്വർഗവും നരകവും യാഥാർത്ഥ്യമാണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട്, അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയന്നുകൊണ്ട്, അള്ളാഹുവിൻ്റെ രക്ഷയിലും സ്വർഗത്തിലും താല്പര്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നാം പരമ പ്രാധാന്യത്തോടു കൂടി പണിയെടുക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ എല്ലാവരെയും ദീനുൽ ഇസ്ലാമിൻ്റെ മാർഗത്തിൽ മുന്നോട്ട് പോകാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. സംഭവിച്ചു പോയ എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി